കോഴിക്കോട് മുക്കത്ത് ഭിന്നശേഷിക്കാരന് നേരെ ആൾക്കൂട്ട മർദ്ദനം. യുവാവിനോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞാണ് മർദ്ദനമുണ്ടായത്. ദൃശ്യങ്ങൾ പകർത്തി പണം ആവശ്യപ്പെട്ടതായി പരാതി. പണം നൽകിയില്ലെങ്കിൽ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. മർദ്ദന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിൽ. പരിപാടി എന്താ ഒന്നുമില്ല. വിവരങ്ങളുമായി രമ്യദാസ് ചേരുകയാണ്. രമ്യ, ആരാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്? എന്താണ് സംഭവത്തിന്റെ വിശദാംശങ്ങൾ? ഇത് 4 ദിവസം മുന്നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചിട്ടുള്ളത്. അതായത് മുക്കത്തെ കറുത്തപ്പറമ്പിലാണ് ഇത്തരത്തിൽ 34-കാരനായ ഭിന്നശേഷിക്കാരനെതിരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. അതായത് ഒരു യുവാവിനോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യുവാവിനെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയി. അതായത് ഈ അപമര്യാദയായി പറഞ്ഞ യുവാവിന്റെ സുഹൃത്തുക്കളാണ് ഈ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്തെത്തി ഈ യുവാവിന് 34-കാരനായ യുവാവിന് ഭിന്നശേഷിക്കാരൻ കൂടിയായ യുവാവിനെ മർദ്ദിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ക്രൂരമായി തന്നെയാണ് യുവാവിനോട് പെരുമാറിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ഇത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കും എന്നതുകൂടി ഇവർ പറഞ്ഞു. കൂടാതെ തന്നെ ഇതിനെ പണം ആവശ്യപ്പെടുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ യുവാവ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകാൻ നിൽക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വളരെ മൃഗീയമായ രീതിയിൽ തന്നെ ഈ യുവാവിനെ ആക്രമണം വെച്ചിട്ടുണ്ട്. 4-ലധികം ആൾക്കാരാണ് വളഞ്ഞുകൂടി നിന്ന് ഈ യുവാവിനെ മർദ്ദിച്ചിട്ടുള്ളത്. ഒരു യുവാവിനോട് അപമര്യാദയായി പെരുമാറി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ 34-കാരനായ മാനസിക വൈകല്യമുള്ള ഇയാൾക്കെതിരെ ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായിട്ടുള്ളത്. രമ്യ, അതോടൊപ്പം ഇത് ആരാണെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ഇയാൾ നൽകുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇത് ആരാണ് ഇത്തരത്തിലൊരു മർദ്ദനം നടത്തിയത്? അതായത് ഈ മുക്കത്ത് കറുത്തപ്പറമ്പിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഇയാളുടെ ഈ രമ്യ തുടരുക. ഇപ്പോൾ ഈ മർദ്ദനമേറ്റ യുവാവിന്റെ പ്രതികരണം ഒന്ന് കണ്ട ശേഷം തിരികെ എത്താം. അന്ന് ഓലിന്നെ വിളിച്ചു വരുത്തിയായിട്ട് എൻസിന്റെ അടുത്ത് വരാൻ പറഞ്ഞ് ഇന്ന ഓല വൈക്കുമല കയറ്റിക്കൊണ്ടുപോയി ഓലിന്നെ അത് മർദ്ദിച്ചാണ്. ഓല കൂട്ടത്തിലുള്ള 5 ആൾക്കാരും കൂടി ഇന്നെ തച്ചതാണ്. അത് എന്ത് കണ്ടാണെന്ന് എനിക്കറിയില്ല. ഇനി ഓനെന്തോ ചോദിച്ചെന്നൊക്കെയാണ് ഓല് പറയുന്നത്. ഞാനോനെ അപ്പം ചോദിച്ചിട്ടൊന്നുമില്ല. ഓല് മർദ്ദിച്ചാണ്. എന്റെ കയ്യിൽ ഒരു 18,000 രൂപ എനിക്ക് ഓല് മാണെന്നും പറഞ്ഞു. ഇന്നില്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് മാണെന്നാണ് ഓല് പറഞ്ഞത്. ഭീഷണിപ്പെടുത്തുന്നത് 18 രൂപ മാണെന്ന്. എന്റെ ഗൾഫിലുള്ളോല് എന്റെ ബാക്കിയുള്ളോല് കൊടുത്തില്ലെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഓലെന്നെ റെക്കോർഡ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞ് 18 രൂപ മാണെന്നാ പറഞ്ഞത്. 18,000 രൂപ മാണം. ഇന്ന് തന്നില്ലെങ്കിൽ അടുത്ത മാസം കഴിഞ്ഞ് തരണം എന്ന് എന്നോട് പറഞ്ഞേന്. എന്നെ നാറ്റിക്കുന്ന് പറഞ്ഞേന്. വിവരങ്ങളുമായി രമ്യദാസ് ചേരുകയാണ്. രമ്യ, ഈ 18,000 രൂപ ആവശ്യപ്പെട്ടാണ് മർദ്ദിച്ചത് എന്ന് യുവാവ് പറയുന്നു. ഈ പോലീസിലേക്ക് ഈ പരാതി പോകും എന്ന് തന്നെയാണോ ഇയാൾ വ്യക്തമാക്കുന്നത്? രജീഷ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ മർദ്ദന ദൃശ്യം ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകുമെന്ന് തന്നെയാണ് യുവാവ് നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. കാരണം 4 ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടാകുന്നത്. അതായത് ഈ ഒരു പ്രദേശവാസിയായ മറ്റൊരു യുവാവിനോട് അപമര്യാദയായി പെരുമാറി എന്നാരോപിച്ചാണ് ഈ 34-കാരനായ ഭിന്നശേഷി യുവാവിന് നേരെ ഇത്തരത്തിലൊരു കൂട്ടമർദ്ദനം തന്നെ ഉണ്ടാകുന്നത്. സംഘം ചേർന്നാണ് ഇവർ മർദ്ദിച്ചിട്ടുള്ളത്. അതായത് വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്തെത്തി ാണ് ഇത്തരത്തിലൊരു മർദ്ദനം. ഈ ഭിന്നശേഷിക്കാരനാണ്, 34 വയസ്സുള്ള യുവാവാണ്. ഇയാൾക്കെതിരെ ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടാകുന്നത്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇയാൾ പരാതി നൽകുകയോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് നമ്മളാണ് ഇത്തരത്തിലൊരു വാർത്ത ആദ്യമായി പുറത്തുവരുന്നത്. അതായത് 34-കാരനായ യുവാവിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ വാർത്ത നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകും എന്ന് തന്നെയാണ് ഈ പരാതിക്കാരൻ ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. ശരി രമ്യ.